ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രീതി ആകാശിന് ചായയും വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് ആകാശിന് ഭയങ്കര സന്തോഷം. പ്രീതി തൻ്റെ അടുത്ത് വന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും സാറേ എന്നാൽ പിന്നെ ഞാൻ പോട്ടെ, അമ്മായി അന്വേഷിക്കും. ആ ശരിയാണ്, അമ്മായി അന്വേഷിക്കും, അതുകൊണ്ട് പ്രീതി പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രീതി ആ കുപ്പി മേടിച്ചുകൊണ്ട് നേരെ പോവുകയാണ്. പക്ഷെ പോകുമ്പോഴും പ്രകാശിനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. പ്രീതിക്കും ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് ഈ ആകാശിനോട്. അങ്ങനെ ആകാശിൻ്റെ അടുത്ത് വന്നിട്ട് ഈ വണ്ടി നടക്കുന്ന ആൾ വന്ന് പറയുകയാണ്, സാറേ ഇത് ക്ലീനാക്കാൻ കുറച്ച് പാടാണ്ടോ സാറേ, ആ ടാങ്കിൻ്റെ ഉള്ളിലേ ഇതേ കൽക്കണ്ടം പോലത്തെ എന്തോ സാധനം. കൽക്കണ്ടം പോലത്തെ എന്തോ സാധനമോ, ഇതെങ്ങനെ വന്നിടോ? ആലോചിച്ചിട്ടൊരു എത്തുമ്പിടിയും കിട്ടുന്നില്ല. താനൊരു കാര്യം ചെയ്, ഏതായാലും ശരിയാക്കിയല്ലേ മതിയാവുള്ളൂ, താൻ ശരിയാക്ക്, സമയം എടുത്ത് ശരിയാക്കിക്കോ എന്നും പറഞ്ഞ് അങ്ങനെ ഇയാൾ അങ്ങോട്ട് ശരിയാക്കാൻ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലാവണ്യ. അപ്പം ലാവണ്യ ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആദ്യം വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യം വന്നിരുന്നു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വന്നിട്ട്, ദേ ലാവണ്യ മേഡം, ദേ ഇങ്ങനെ വന്നിരിക്കരുത്, കാരണം എല്ലാവർക്കും നമ്മൾ പാത്രം വെച്ച് വിളമ്പിയൊക്കെ കൊടുക്കണം, അതിന് ശേഷമേ നമുക്ക് ഇരിക്കാനായിട്ട് പാടുള്ളൂ. കാർട്ടൂൺ ബേബി, ഇതെന്തൊക്കെയാണ് കാർട്ടൂൺ ബേബി പറയുന്നത്? ഞാൻ എല്ലാവർക്കും സെർവ് ചെയ്യാനോ? അതൊരിക്കലും സാധ്യമാവുന്ന കാര്യമല്ല. നീ വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറ കാർട്ടൂൺ ബേബി എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതല്ല ലാവണ്യ മേഡം, ദേ മുത്തശ്ശിയെ പോലുള്ളവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളൂന്നേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ലാവണ്യ മേഡം ആദ്യം എണീറ്റിട്ട് എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കണം. അപ്പോൾ എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഈ അശ്വിൻ ഇറങ്ങി വരികയാണ്. അപ്പം അശ്വിൻ ഇറങ്ങി ഭയങ്കര ധൃതിയിൽ ഇറങ്ങി വരികയാണ്. പക്ഷേ ഇറങ്ങി വരുമ്പോൾ ഷൂവിൻ്റെ അടിയിൽ നിന്ന് പീ 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 എന്ന് പറഞ്ഞ് ഭയങ്കര ശബ്ദം, ഈ പീപ്പിയുടെ ശബ്ദം പോലത്തെ ശബ്ദം കേൾക്കുകയാണ്. എല്ലാവരും അത് കേട്ട് അന്താളിച്ചിങ്ങനെ നോക്കി നിൽക്കണം. പക്ഷേ അശ്വിനാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. ആകെ ധൃതി ആയതുകൊണ്ട് ഈ കാലിൽ നിന്ന് വരുന്ന ശബ്ദമൊന്നും അശ്വിൻ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അശ്വിൻ നേരെ അവിടെ വന്നിരിക്കുമ്പോഴും പീ പീ എന്ന് പറഞ്ഞ ശബ്ദമാണ്. അപ്പോൾ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അശ്വിൻ. എല്ലാവരും അശ്വിനെ തന്നെ. അപ്പം അഞ്ജലി ചോദിക്കുകയാണ്, അശ്വിൻ കുഞ്ഞാ ഇതെന്ത് പറ്റി? നിന്റെ കാലിലെന്താണ് ഇങ്ങനെ ഒരു ശബ്ദം? കാലിലോ? എന്ത് കാല ശബ്ദം? അങ്ങനെ അശ്വിൻ വീണ്ടും കാലം അമർത്തി നോക്കി കഴിഞ്ഞപ്പോഴേക്കും പീ പീ എന്ന് പറഞ്ഞ ശബ്ദം. അപ്പം ഇത് കേട്ടപ്പോഴേക്കും എല്ലാവർക്കും ചിരി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം നമ്മുടെ മനോരമ എടുത്ത് വായിക്കുവാണെങ്കിൽ, കൊള്ളാല കുഞ്ഞാ, ഇപ്പോഴാണ് നിനക്ക് കുഞ്ഞാന്നുള്ള പേര് ചേർന്നത്. കാരണം കുഞ്ഞിപ്പിള്ളേർ ഷൂ ഇടുമ്പോൾ നടക്കുമ്പോൾ ഒരു ശബ്ദമില്ല, പീ പീന്ന്, അതേപോലെയാണ് നിന്റെ ഷൂവിൽ നിന്ന് ഇപ്പോൾ ശബ്ദം കേൾക്കുന്നത്. നീ എന്താ ഷൂവിൻ്റെ അടിയിൽ പി പി ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അശ്വിനാണെങ്കിൽ കലി വന്നിട്ട് ഒരു രക്ഷയില്ല. ശ്രുതി ഒപ്പിച്ച പണിയാണല്ലോ ഇതെല്ലാം. ശ്രുതിക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല. അശ്വിനാകെ ചമ്മി നിറയിപ്പോയ ഒരവസ്ഥ. അങ്ങനെ നമ്മുടെ ഈ മുത്തശ്ശിയും ചോദിക്കുകയാണ്, ഇതെന്താ കുഞ്ഞാ ലാസ്റ്റ് ദേ നീ ഷൂവിൽ എന്താണ് ഈ വെച്ചിരിക്കുന്നത്? അപ്പോൾ ഷൂ നോക്കി കഴിഞ്ഞിട്ട് ഷൂവിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ജ്യൂസ്. അപ്പം മുത്തശ്ശിയാണെങ്കിൽ, നീ ആ കുഞ്ഞിലെ സ്വഭാവം ഒന്നും വിട്ടിട്ടില്ലേ? ഇപ്പോൾ ജ്യൂസെല്ലാം ഒളിപ്പിച്ചിപ്പോൾ ഷൂവിൽ ഇപ്പോഴും വെക്കാറുണ്ടോ നീ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ലാസ്റ്റ് ഈ മൂർഖം പാമ്പിനെ കൊണ്ട് ഷൂവിൽ വെക്കാതിരുന്നത് നന്നായി. അപ്പം മുത്തശ്ശിയുടെ ഇത്തരത്തിലുള്ള കോമഡി എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ലാവണ്യക്ക് ചിരി സഹിക്കാൻ പറ്റില്ല. അപ്പം ലാവണ്യാണെങ്കിൽ ഭയങ്കര പൊട്ടി ഇങ്ങനെ ചിരിക്കുകയാണ്. അയ്യോ സാർ, എൻ്റെ ബേബി, ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? മുത്തശ്ശിയുടെ കോമഡി ഇട്ട് എനിക്ക് ചിരി സഹിക്കാനും പറ്റുന്നില്ല. ലാവണ്യ നിർത്ത്, നീ ഇങ്ങനെ കിടന്ന് ചുമ്മാ ചിരിക്കാനായിട്ട് നിൽക്കരുത്. അയ്യോ എൻ്റെ ബേബി, അത് മുത്തശ്ശിയുടെ ഒരു തമാശ കേട്ടപ്പോൾ ഞാൻ ചിരിച്ചെന്നല്ലേ ഉള്ളൂ, കൂടുതൽ ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഇതെങ്ങനെ വന്നെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഈ അശ്വിൻ നേരെ ശ്രുതിയൊന്ന് നോക്കിയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആകെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രുതിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. ശ്രുതിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് തോന്നി നമ്മുടെ അശ്വിന്. പക്ഷേ പിന്നീടൊന്നും കൂടുതലൊന്നും പറയാതെ നേരെ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആകെ ചിരി സഹിക്കാൻ പറ്റുന്നൊരവസ്ഥ. അപ്പം നമ്മുടെ മനോരമയാണെങ്കിൽ, എന്നാലും കുഞ്ഞിൻ്റെ ഒരു കാര്യമോ പോയി അവരിങ്ങനെ ആയിപ്പോയല്ലോ, എല്ലാവരും കിടന്ന് ചിരിയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയാണ് ഈ ലാവണ്യോട്, നീയേ ഈ ബേബി എന്നുള്ള വിളി അങ്ങോട്ട് അവസാനിപ്പിച്ചോ, അതൊന്നും ഇവിടെ നടക്കില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനോരമയാണെങ്കിൽ, അയ്യോ അത് പിന്നെ അമ്മേ, ഞാൻ എല്ലാവരെയും ബേബി, അത് പിന്നെ ലാവണ്യയും ബേബി എന്നാണല്ലോ വിളിക്കുന്നത്. ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴായിരിക്കും ലാവണ്യ ബേബിയും കുഞ്ഞിനെ ബേബി എന്ന് വിളിച്ചത്. അതെ, കുഞ്ഞിൻ്റെ അമ്മായിയാണ് ഈ മനോരമ എന്ന് പറഞ്ഞത്. അപ്പോൾ അമ്മയുടെ സ്ഥാനം, അവർക്ക് ബേബി എന്നൊക്കെ വിളിക്കാം, പക്ഷേ നീ കൂടുതൽ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ലാവണ്യ, അയ്യോ മുത്തശ്ശി എന്നെ തെറ്റിദ്ധരിച്ചാണ്, ഞാൻ ബേബി എന്ന് വിളിച്ചത്
സാറിനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എടുത്ത് വായിക്കും ശ്രുതിയാണെങ്കിൽ, ലാവണ്യ മേഡം എന്തൊക്കെയാണ് ഈ പറയുന്നത്? ദേ മുത്തശ്ശിയുടെ മുന്നിൽ നിങ്ങളുടെ ഈ സ്നേഹം തുറന്നു കാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും ഇവരെ പുള്ളവൾക്ക് ഇഷ്ടപ്പെടില്ല. ഇത് കേട്ട് ലാവണ്യക്ക് കാലേ വന്നിട്ട്, നീയൊക്കെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വരികയാണോ കാർട്ടൂൺ ബേബി? ഞാനിവിടെ വന്നതിൽ പിന്നെ എൻ്റെ സ്വഭാവം മുഴുവനും മാറി. എന്നെ ആരും മാറ്റിമറിക്കാനൊന്നും വേണ്ട. തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും കുറ്റം മാറിയിട്ട് എനിക്ക് നേരമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ലാവണ്യ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ലാവണ്യ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ, അഞ്ജലി ഞാനിപ്പോൾ പറഞ്ഞില്ലേ നിന്നോട്, ഈ ലാവണ്യയെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ മാറാനും പോകുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ലാവണ്യ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മനോരമ വന്നിട്ട്, ലാവണ്യ ബേബി, ദേ നീ ഇങ്ങനെ കാർട്ടൂൺ ബേബി പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കി നോക്കി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ശരിയാവില്ല. അത് അവള് നിന്നെ വലയിലാക്കാൻ വേണ്ടി നോക്കുകയാണ്. അവള് പറയണ കാര്യം കേട്ടോണ്ടിരുന്നുണ്ടെങ്കിലേ ഈ മുത്തശ്ശിയുടെ മനസ്സിലേക്ക് നിനക്ക് സ്നേഹം പിടിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ സ്നേഹം പിടിച്ചെടുക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഈ മുത്തശ്ശിയെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അവരുടെ മനസ്സ് അങ്ങനെയൊന്നും മാറാനായിട്ട് പോകുന്നില്ല. അവരുടെ വിചാരം എന്താണെന്നറിയാമോ? അവർക്ക് എപ്പോഴും രാജ്ഞിയെ പോലെ ഇങ്ങനെ ഇരുന്ന് എല്ലാവരെയും ഭരിക്കണം. അത് ശ്രുതിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ടാണ് ശ്രുതി ഈ മുത്തശ്ശിയെ കയ്യിലെടുക്കാൻ വേണ്ടി എപ്പോഴും താണും വണങ്ങിയൊക്കെ നിൽക്കുന്നത്. അതേപോലെ തന്നെ ലാവണ്യ ബേബി, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടോ. അതായത് മുത്തശ്ശിയുടെ അടുത്ത് നല്ല അമിതമായിട്ട് അങ്ങോട്ട് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തണം. എന്താ മനോരമ ആൻറ്റി എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് വ്യക്തമായിട്ട് പറ. എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതായത് മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട്, മുത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞു തരുമോ, പാട്ട് പാടിത്തരോ, മുത്തശ്ശി എന്നെ ഉപദേശിക്കണം, മുത്തശ്ശി പറയുന്ന കാര്യങ്ങൾ കേട്ട് നടക്കാനാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ മുത്തശ്ശിക്ക് ഞാനൊരു ചായ എടുത്ത് തരട്ടെ എന്നൊക്കെ പറയണം. അങ്ങനെ പറയുന്നതാണ് അതേ ആ തള്ളക്കിഷ്ടം. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഈ കാർട്ടൂൺ ബേബിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞെങ്കിൽ, അവളും പറയുന്ന അനുസരിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. ആ മുത്തശ്ശിയുടെ മനസ്സിലേക്ക് ഇടം പിടിച്ചെടുക്കാനും പറ്റില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്തോ. ദേ ഞാൻ പെറ്റുതരുന്നു, അധികം താമസിയാതെ നിന്നോടുള്ള ഇഷ്ടം മുത്തശ്ശിക്ക് കൂടി വരും. നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റുന്നൊരവസ്ഥയാകും മുത്തശ്ശിക്ക്. അതുകൊണ്ട് മുത്തശ്ശിയുടെ മുന്നിൽ താണു വണങ്ങി എല്ലാം നിന്നോ. അങ്ങനെ ഇനി കയ്യിലെടുക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ലാവണ്യാണെങ്കിൽ എങ്കിൽ പിന്നെ അത് അറിയണമല്ലോ, എങ്കിൽ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ലാവണ്യെ നേരെ മുത്തശ്ശി എടുത്തിട്ട്, അപ്പം ലാവണ്യയുടെ പിന്നാലെ ഈ മനോരമയും ചെല്ലുന്നുണ്ട്. അങ്ങനെ ഈ ലാവണ്യ പറയണ, മുത്തശ്ശി എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് മുത്തശ്ശി, അതെല്ലാം മുത്തശ്ശിയാണ് തിരുത്തി തരേണ്ടത്. എന്തു പറ്റി ഇപ്പം? എന്താ ഇങ്ങനെയൊക്കെ തോന്നാനുള്ള കാരണം? അല്ല, ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ ഒന്നും തോന്നാറില്ലല്ലോ. അതല്ല മുത്തശ്ശി, എന്നെ ഉപദേശിക്കാനും പിടിക്കാനും ആരുമില്ല. എന്നെ ഇങ്ങനെ സ്നേഹിക്കാനും കഥ പറഞ്ഞു തരാനും കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു തരാനും ഒന്നും ആരുമില്ല. ഞാൻ ഒരൊറ്റപ്പെട്ട അവസ്ഥയിലാണ് ജീവിച്ചത്. അങ്ങനെ ഈ മുത്തശ്ശിയുടെ മനസ്സളക്കുന്ന രീതിയിൽ ലാവണ്യ അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മനോരമയാണെങ്കിൽ, അതേ അമ്മേ, പാവൻ ലാവണ്യ മോളെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ കൊച്ചിന് ആരുമില്ല വർത്താനം പറയാനും ഉപദേശിക്കാനും ഒന്നും. എപ്പോഴും ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ് ജീവിച്ചത് എന്നൊക്കെ മനോരമയും പറയുകയാണ്. അപ്പം ഇത് കേട്ട മുത്തശ്ശിയാണെങ്കിൽ, ലാവണ്യ ഇവിടുത്തെ കാര്യങ്ങളും ചിട്ടയും ഒക്കെ അനുസരിച്ച് നടക്കണം. മറ്റുള്ളവരോട് ബഹുമാനം കാണിക്കണം, മൂത്തവരെ നന്നായിട്ട് ബഹുമാനിക്കണം എന്നൊക്കെ മുത്തശ്ശിയും കുറേ ഉപദേശിക്കുകയാണ്. മുത്തശ്ശി ഉറപ്പായിട്ടും ഞാൻ ഇനി അതേപോലെ തന്നെ നടക്കുകയുള്ളൂ. മുത്തശ്ശി എനിക്ക് ഓരോ ഉപദേശങ്ങൾ തന്നാൽ മതി, അതനുസരിച്ച് മാത്രമേ ഞാൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ മനോരമയാണെങ്കിൽ കൈവച്ച് എന്തൊക്കെയോ ആക്ഷൻ കാട്ടുകയാണ്. അപ്പോൾ എടുത്ത് വായിക്കും നമ്മുടെ ലാവണ്യ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, ഞാൻ കുറച്ച് പുതിന ചട്നി എടുക്കട്ടെ മുത്തശ്ശി എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് ദേഷ്യം വന്നിട്ട്, മനോരമേ എന്താണ് ഈ കേൾക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയ്യോ അമ്മേ, അവൾ ഉദ്ദേശിച്ചതേ പുതിന ചട്നി എന്നല്ല, ചായ എന്നാണ്. നല്ല ലെമൺ ടീ ഒക്കെ എടുക്കട്ടെ അമ്മേ? വേണ്ട, എനിക്കിപ്പോൾ തൽക്കാലം ഒന്നിൻ്റെ ആവശ്യമില്ല, നീ ഒന്ന് പോകാവോ എന്നും ചോദിച്ചുകൊണ്ട് ലാവണ്യ അവിടെ നിന്ന് പെട്ടെന്ന് സ്ഥലം വിടുകയാണ്. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ടെൻഷനാവുകയാണ്. ഇവളിത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞിനെയാണ്. അപ്പോൾ കുഞ്ഞിനെ എന്തൊക്കെയോ ചിന്തിക്കുകയാണ്, എങ്ങനെ എൻ്റെ ഇതിൽ ജ്യൂസ് വന്നു, പിന്നെ എൻ്റെ ഫോണ് എങ്ങനെ ഇങ്ങനെ മാറി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല.
ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ശ്രുതി ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ദൈവം ഇന്ന് പെട്ടെന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം, എന്നിട്ട് ചേച്ചിയെ കൊണ്ടൊന്ന് പുറത്തൊക്കെ പോകണം. പാവൻ ചേച്ചി കുറേ ദിവസം എന്നോട് പറയുന്നു പുറത്തൊക്കെ ഒന്ന് പോകണമെന്ന്. ഏതായാലും പുറത്തേക്കൊന്ന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മുടെ ആകാശ് വരികയാണ്. അപ്പോൾ ആകാശ് ശ്രുതിയൊന്നും മൈൻഡ് പോലും ചെയ്യാതെ പോവുകയാണ്. അപ്പോൾ ആകാശ് സാറേ, ആ പ്രീതി, പ്രീതി ഇതെവിടെ പോകുന്നു പ്രീതി? സർ, ഞാൻ പ്രീതിയല്ല ശ്രുതിയാണ്. ഓ ശ്രുതിയായിരുന്നോ? എന്താ ശ്രുതി വീട്ടിലേക്ക് പോവുകയാണോ? അതെ. ആ പൊയ്ക്കോട്ടോ. പിന്നെ പ്രീതിയോട് എൻ്റെ അന്വേഷണം പറയണേ. പ്രീതിയോട് മാത്രമല്ല അമ്മായിയോട് എൻ്റെ അന്വേഷണം പറയണേ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്ത് സംബന്ധമില്ലാത്ത രീതിയിലാണ് ആകാശ് അവിടെ സംസാരിച്ചത്. അപ്പോൾ ആകാശിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ശരി സാറേ, ഓക്കെ സാറേ, അങ്ങനെ പറഞ്ഞോളാം, എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. എന്താണെന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ ആകാശ് നേരെ അശ്വിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം അശ്വിൻ ചോദിക്കുകയാണ്, വണ്ടി ശരിയായോടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഏട്ടാ, വണ്ടി ശരിയായില്ല. ആ പെട്രോൾ ടാങ്കിനുള്ളിലേ ഒരു കൽക്കണ്ടം പോലത്തെ ഒരു സാധനം കിട്ടിയെന്ന് പറയുന്നത്. കൽക്കണ്ടം പോലത്തെ സാധനം കിട്ടിയെന്നോ? അതെ, അത് ശരിയാക്കാനായിട്ട് 2 ദിവസം പിടിക്കുമെന്ന് പറഞ്ഞത്. എൻ്റെ ദൈവമേ, ഇതെങ്ങനെ സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചെന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ അശ്വിൻ ആലോചിക്കുകയാണ്. അന്ന് വണ്ടി കയറി പോയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതിനെല്ലാത്തിനും പിന്നിൽ ശ്രുതി തന്നെയായിരിക്കും. കാരണം ശ്രുതിയല്ലാതെ വേറൊരു ഇതിങ്ങനെ ചെയ്യില്ലല്ലോ. കാരണം ഫോൺ പോയതും പിന്നീട് ശ്രുതി അവിടെ ഒളിച്ച് നിന്നതും അങ്ങനെതായ കാര്യങ്ങളെല്ലാം അവിടെ ഈ അശ്വിൻ ആലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്യാമിനെയാണ്. ശ്യാമാണെങ്കിൽ അഞ്ജലിയുടെ ആഭരണങ്ങൾ മുഴുവൻ നോക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി ചോദിക്കുകയാണ്, എന്താ ശ്യാമേട്ടാ, ശ്യാമേട്ടൻ എന്തിനാ എൻ്റെ ഈ ആഭരണങ്ങളെല്ലാം നോക്കുന്നത്? എൻ്റെ കാര്യമുണ്ടോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാര്യമൊന്നുമില്ല, എന്നാലും ആഭരണങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ നോക്കിയെന്നേ ഉള്ളൂ. അല്ല ശ്യാമേട്ടൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ എൻ്റെ ഏത് ആഭരണമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു ആഭരണം എടുത്ത് കാണിച്ചു കൊടുക്കണം, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഇത് എപ്പോഴാണ് എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ അറിയാം. പിന്നെ അല്ലാതെ എൻ്റെ പ്രിയതമയ്ക്ക് ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ ഈ പ്രിയതമ മേടിച്ചു തന്നെയല്ലേ ഈ ആഭരണം? അപ്പം ഏട്ടനെല്ലാം ഓർമ്മയുണ്ടല്ലേ? പിന്നെ ഓർക്കാതിരിക്കാൻ എനിക്ക് കഴിയോ? എൻ്റെ രാജകുമാരിയെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും എൻ്റെ മനസ്സിൽ തന്നെ അങ്ങനെയുണ്ട്. മതി, ഏതായാലും വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏതായാലും ആഭരണങ്ങളെല്ലാം എടുത്ത് വെച്ചോളൂ, ഞാൻ ചുമ്മാ നോക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ അഞ്ജലി ആഭരണങ്ങളെല്ലാം എടുത്ത് വെക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ഒരു ആഭരണം എടുത്തിട്ട് ഈ ശ്യാമ എടുത്ത് പോക്കലാക്കുകയാണ്. ശ്രുതി കൊടുക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനൊരു കാര്യം ശ്യാമ അവിടെ ചെയ്തത്. അപ്പോൾ അഞ്ജലിയോട് പറയാണ്, ദേ ഈ ആഭരണങ്ങളൊക്കെ ഇട്ടേ എപ്പോഴും കാണണം കേട്ടോ, വെഡിങ് ആനിവേഴ്സറിയൊക്കെ ആകുമ്പോൾ എനിക്ക് എൻ്റെ രാജകുമാരിയെ ഈ ആഭരണങ്ങളൊക്കെ ഇട്ട് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതേപോലെ തന്നെ ഞാൻ മേടിച്ചെന്ന് എപ്പോഴും ഉണ്ടാകണം. പിന്നെ അല്ലാതെ അത് പിന്നെ പറയേണ്ട കാര്യമുണ്ട് ഏട്ടാ, ഏട്ടൻ മേടിച്ചെന്ന ആഭരണം ഞാൻ ഉറപ്പായിട്ട് ഇട്ടുണ്ടെന്നെ തന്നെ നടക്കും എന്നും പറഞ്ഞാൽ ഇപ്പം തന്നെ ഇട്ടേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആ പെട്ടി അങ്ങോട്ട് തുറക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആഭരണമില്ലല്ലോ. ഇനി എന്തായിരിക്കും നാളെ സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ.